ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രുതിയുടെയും താലിമാറ്റ ചടങ്ങെല്ലാം വളരെ ഗംഭീരമായി തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ഗംഭീരമെന്ന് പറയാൻ പറ്റില്ല. ഇതിനിടയിൽ നമ്മുടെ സച്ചിയെ ഉപദ്രവിക്കാനായിട്ട് മഹിമയും മധുസൂദനും ശ്രുതിയും ശ്രമിക്കുന്നുണ്ടല്ലേ. എന്നാൽ വളരെ തന്ത്രപൂർവ്വം തന്നെ സച്ചി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നല്ല, നമ്മുടെ സച്ചി രേവതിക്ക് ഈ ഒരു ചടങ്ങിന് വന്നേക്കാളും മുന്നേ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. താനായിട്ട് ഈ ഒരു ചടങ്ങ് കുളമാക്കുകയില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ താൻ ഒഴിഞ്ഞു മാറി നിൽക്കുമെന്നൊക്കെ. ശരിക്കും പറഞ്ഞ് ഇങ്ങനെ ചടങ്ങ് വെച്ചത് നമ്മുടെ മഹിമയുടെ ഒരു തന്ത്രം തന്നെയായിരുന്നല്ലേ. സ്വന്തം മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട്, അതും സച്ചിയെ വെച്ച് തന്നെ കെണി ഒരുക്കിക്കൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മഹിമ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയത്. എന്നാൽ നമ്മുടെ സച്ചി അതിൽ നിന്നെല്ലാം തന്നെ വഴുതി മാറി പോകുന്ന സമയത്താണ് മധുസൂദൻ സച്ചിക്ക് വേണ്ടിയിട്ട് തന്നെ കെണി ഒരുക്കുന്നതിന് നമ്മുടെ രേവതിയെ മനഃപൂർവ്വം തന്നെ കളിയാക്കുന്നതല്ലേ. അതിൽ നല്ല രീതിയിൽ തന്നെ സച്ചി വീഴുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രേവതി കള്ളിയാണെന്നും രേവതി മോഷ്ടിച്ചുകൊണ്ട് വരുന്ന പണം ഉപയോഗിച്ചാണ് സച്ചി വെള്ളം അടിക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി അത്രയും നേരം ക്ഷമിച്ച് നിന്ന് എല്ലാം തന്നെ കൈവിട്ടു പോകാനല്ലേ. സച്ചി മധുസൂദനൊക്കെ രണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടുവരുന്ന വർഷയും ശ്രീകാന്തും പ്രശ്നം എന്താണെന്ന് അറിയില്ല, തൻ്റെ അച്ഛനെ തല്ലിയതിൻ്റെ പേരിൽ നമ്മുടെ സച്ചിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം താൻ ഇനി സച്ചിയുള്ള വീട്ടിലേക്ക് വരികയില്ല എന്ന് വർഷ പറയുകയും ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ ആ ഒരു ചടങ്ങിന് അവസാനം നമ്മുടെ മഹിമയും മധുസൂദനും ചിന്തിച്ച പോലെ തന്നെ രണ്ട് തല്ല് കിട്ടിയാലും തൻ്റെ മകൾ വീട്ടിലായല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് രണ്ടുപേരും ഉള്ളത്. എന്നാൽ അന്നേ ദിവസം തന്നെ ശ്രീകാന്ത് വർഷയുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലേ. ഈ പിണക്കമൊക്കെ മാറി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്ന സമയത്ത് വർഷ താൻ ഇനി ആ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറച്ച തീരുമാനം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ശ്രീകാന്ത് അന്ന് തന്നെ വീട് വിട്ട്, അതായത് വർഷയുടെ വീട് വിട്ട് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതത്തിനുണ്ട് ചെറിയൊരു വിള്ളൽ വീഴാണ്. അപ്പോൾ ഈ വിള്ളൽ മാറ്റുന്നത് മറ്റാരുമല്ല, നമ്മുടെ സച്ചിയും രേവതിയും തന്നെയാണ് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമില്ല, എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും സച്ചിക്ക് തൻ്റെ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. മാത്രമല്ല രവി ഇടയ്ക്ക് ശ്രീകാന്തിനെ അന്വേഷിക്കുകയും ശ്രീകാന്ത് എന്താ വീട്ടിലേക്ക് വരാത്തതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്കും രവിക്കും വേണ്ടിയിട്ട് നമ്മുടെ ശ്രീകാന്തിനെ കണ്ട് സച്ചി സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല അന്നുണ്ടായ സംഭവങ്ങൾ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയും നിന്റെ ഇടത്തീനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോഴാണ് താൻ തല്ലിയതെന്നും അങ്ങനെ വീട്ടിലേക്ക് വരണമെന്നാണ് ഞാൻ വർഷയുടെ അച്ഛനെ കണ്ട് ക്ഷമ ചോദിക്കാമെന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്തിന് ചെറുതായിട്ടാണെങ്കിൽ ഒരു സങ്കടം തോന്നുക കേട്ടോ. ഇതേ സമയം തന്നെ രേവതിയും വർഷയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. അന്നുണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് വർഷ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. എന്നാൽ രേവതി കരഞ്ഞുകൊണ്ട് തന്നെ വർഷയുടെ മുന്നിൽ തന്റെ സങ്കടങ്ങളെല്ലാം തുറന്നു പറയുന്ന കാണുമ്പോഴത്തേക്കും വർഷയ്ക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ്. തൻ്റെ അച്ഛൻ മനഃപൂർവ്വം തന്നെ ഇവരെ ചതിക്കുകയായിരുന്നുള്ള കാര്യം. അങ്ങനെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് ചെന്നതിന് ശേഷം ശ്രീകാന്തിന്റെ ഹോട്ടലിലേക്കായിട്ട് വർഷ ഫുഡ് ഓർഡർ ചെയ്യാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഹോട്ടലിലെ ആൾ പറയുന്നുണ്ട്, എടാ നിന്റെ വൈഫ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഇതൊന്ന് കൊണ്ടേ കൊടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം പിണങ്ങി നിൽക്കുന്നതിനിടയിൽ നമ്മുടെ വർഷയൊന്ന് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ. അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് ഈ ഒരു ഫുഡുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. ചെല്ലുന്ന സമയത്ത് ശ്രീകാന്തിനെ കാണുമ്പോഴത്തേക്കും വർഷ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നീ എന്തിനാ എനിക്ക് ഫുഡുമായിട്ട് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഹോട്ടലിലേക്കാണ് ഓർഡർ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഈ ഫുഡുമായിട്ട് വന്നതെന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ എന്ന് വർഷ ചോദിക്കുന്ന സമയത്ത് എനിക്കായിരുന്നു ഇന്നത്തെ ഡ്യൂട്ടി, അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നു, നിനക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കാം എന്നും നമ്മുടെ ശ്രീകാന്ത് മറുപടിയും പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വർഷ ചോദിക്കുന്നത്, എനിക്കറിയാം നീ എന്നെ കാണാനായിട്ട് മനഃപൂർവ്വം തന്നെ വന്നതല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്കറിയാം നീ എന്നെ കാണുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെയല്ല ആ ഹോട്ടലിലേക്ക് ഓർഡർ ചെയ്തത് നമ്മുടെ ശ്രീകാന്ത് മറുപടിയായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടുപേരെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും അത്രയും നേരം പിണക്കത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. ആ ഒരു പിണക്കം അവിടെ വെച്ച് തീരണം. അതിനുശേഷം രേവതിയെടുത്ത് തന്നെ കാണാൻ വന്നുവെന്ന് വർഷയും സച്ചിയേട്ടൻ തന്നെ കാണാൻ വന്നുവെന്ന് ശ്രീകാന്തും പറയുകയാണ്. അങ്ങനെ സത്യാവസ്ഥകളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.